എടാ നമുക്ക് രണ്ട് തരത്തിലുള്ള പ്രോഫിറ്റ് ഉണ്ട്. ഒന്നിനെ മാർക്കപ്പ് എന്നാണ് പറയാം, ഓക്കെ. ഒന്നിനെ പറയാം മാർജിൻ, ഓക്കെ അല്ലേ. അപ്പോൾ മാർക്കപ്പിൻ്റെ കേസിൽ എപ്പോഴും കോസ്റ്റ് 100 ആണ്, ഓക്കെ. മാർജിൻ്റെ കേസിൽ എപ്പോഴും സെയിൽസ് 100 ആണ്. അത് കമ്പനീസ് പ്രോഫിറ്റ് ഫിക്സ് ചെയ്യുന്ന രണ്ട് രീതിയാണ്, ഓക്കെ. അപ്പോൾ ഇപ്പോൾ സപ്പോസ് നമ്മളുടെ മാർക്ക് അപ്പ് 25% ആണെന്ന് വിചാരിക്കുക. ഇവർ ഈ പറയുന്ന 25% പ്രോഫിറ്റ് മാർക്കപ്പ് വഴിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രോഫിറ്റിന് 25% എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഏതൊരു പ്രൊഡക്റ്റും നമ്മൾ വിൽക്കുമ്പോൾ നമ്മൾ കോസ്റ്റ് കാണും, പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ പ്രോഫിറ്റ് ആഡ് ചെയ്യും. ഇത് കഴിഞ്ഞതിനാലാണ് നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടുക, അല്ലേ. അപ്പോൾ മാർക്കപ്പിൻ്റെ കേസിൽ കോസ്റ്റ് എപ്പോഴും 100 ആണ്, പ്ലസ് പ്രോഫിറ്റ് ഓൾറെഡി തന്നിട്ടുണ്ട് 25, അല്ലേ. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 125. അപ്പോൾ നിങ്ങൾക്കൊരു എമൗണ്ട് ഇതിൽ, അതായത് ഈ മൂന്ന് കോസ്റ്റ്, പ്രോഫിറ്റ്, സെയിൽസ്, ഇതിൽ മൂന്നിൽ ഏതൊരു എമൗണ്ട് തന്നാലും അതിൻ്റെ മറ്റേ ഇക്വേഷൻ ഇല്ലേ, എമൗണ്ട് ഗിവൺ ഇൻറ്റു വാട്ട് ടു ഫൈൻഡ് ഡിവൈഡഡ് ബൈ വാട്ട് ഇസ് ഗിവൺ, ആ ഒരു ഇക്വേഷൻ്റെ ബേസിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഏത് എമൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് കോസ്റ്റ്, പ്രോഫിറ്റ്, സെയിൽസിലുള്ള ഏത് എമൗണ്ടും. അതേപോലെ തന്നെ മാർജിനിൽ, ഇപ്പം ഇത് മാർക്കപ്പ് അല്ല മാർജിൻ ആണെന്ന് വിചാരിക്കേ. മാർജിൻ ആണെങ്കിൽ സെയിൽസ് 100 ആണ്, ഓക്കെ അല്ലേ. മാർജിൻ ആണെങ്കിൽ എന്താണ്? സെയിൽസ് 100 ആണ്. അപ്പോൾ സെയിൽസ് 100 ആണെങ്കിൽ ഇവിടെ കോസ്റ്റിന് പകരം സെയിൽസ് നമ്മൾ എന്ത് ചെയ്യും? 100 ആക്കും, ഓക്കെ. പിന്നെന്താ? പ്രോഫിറ്റ് 25 ആണ്. 25% എന്ന് പറയുന്നത് പ്രോഫിറ്റിനെ ഉദ്ദേശിക്കുന്നത്. പ്ലസ് 100ലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? 75. എന്നിട്ട് എന്ത് ചെയ്യുക? മറ്റേ ഇക്വേഷൻ എമൗണ്ട് ഗിവൺ ഇൻറ്റു വാട്ട് ടു ഫൈൻഡ് ഡിവൈഡഡ് ബൈ വാട്ട് ഇസ് ഗിവൺ. അപ്പോൾ ഇത് പറയാൻ കാരണം നിങ്ങൾ ഇൻവെൻട്രീൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ചിലതിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റൻ ഉണ്ടാവും. അതായത് മാർക്കപ്പ് ഇത്ര പെർസെൻറ്റേജ്, മാർജിൻ ഇത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നിന്ന് COS കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി.